നമസ്കാരം. നമ്മുടെ കൊച്ചു കേരളത്തിലായാലും ജാർഖണ്ഡിലായാലും ഭാരതം എന്ന മഹാരാജ്യത്തിൻ്റെ ഓരോ കോണിലും ഇന്ന് ഒരു വലിയ ഭീഷണി നിഴലായി പടർന്ന് പിടിക്കുന്നുണ്ട്. ഇത് വെറുമൊരു ക്രൈം വാർത്തയായി കണക്കാക്കേണ്ട കാര്യമില്ല. നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ വീടുകളിലെ പൊന്നോമനകളുടെ സുരക്ഷയും ലക്ഷ്യമിട്ടിട്ടുള്ള ആസൂത്രിതമായ ഒരു ആക്രമണമാണിത്. ജാർഖണ്ഡിലെ സാഹിബ് ബെഞ്ചിൽ നടന്ന സംഭവം കേൾക്കുമ്പോൾ ആദ്യം തോന്നുക അതൊരു സാധാരണ പ്രണയ നൈരാശ്യമോ അല്ലെങ്കിൽ വ്യക്തിപരമായ തകർച്ചയോ ആണ് എന്നാണ്. എന്നാൽ സത്യം അതിലും എത്രയോ ഭയാനകമാണ്. മനോവർ അൻസാരി എന്ന യുവാവ് മനോഹർ എന്ന വ്യാജ പേരിൽ ഒരു ഹിന്ദു പെൺകുട്ടിയെ സമീപിക്കുമ്പോൾ അവിടെ തുടങ്ങുന്നു ഒരു വലിയ ഗൂഢാലോചനയുടെ ആദ്യ ഭാഗം. ഹിന്ദുവാണെന്ന് കള്ളം പറഞ്ഞ് വിശ്വാസങ്ങളെ മുതലെടുത്ത് ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കാൻ ഇവർ കാണിക്കുന്ന ഈ തന്ത്രം ഇന്ന് നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. നമ്മൾ ഭാരതീയർ, വിശേഷിച്ച് ഹൈന്ദവ സമൂഹം ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ഇനിയും വൈകിയാൽ നമ്മുടെ കുടുംബങ്ങൾ ഇനിയും തകർക്കപ്പെടും. ഈ വാർത്തയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ സമുദായത്തിന് നേരെയുള്ള കടന്നുകയറ്റത്തെക്കുറിച്ചാണ്. ആരും പറയാൻ മടിക്കുന്ന എന്നാൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ആ സത്യങ്ങളിലേക്കാണ് ഈ വാർത്ത വിരൽ ചൂണ്ടുന്നത്. മോനാലിസയുടെ വിവാഹം കേരളക്കര കണ്ടതാണ്. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ വി ശിവൻകുട്ടി നേരിട്ടിടപെട്ട് നടത്തിക്കൊടുത്ത വിവാഹം കേരളത്തിലെ ഹൈന്ദവ സമൂഹം ഞെട്ടലോടെയായിരുന്നു നോക്കിക്കണ്ടത്. ഒരു മന്ത്രി തന്നെ ഇടപെട്ട് ഇത്തരം ഒത്താശകൾ ചെയ്യുന്നത് ലവ് ജിഹാദ് അജണ്ടകൾക്ക് രാഷ്ട്രീയ പിൻബലം നൽകുന്നതിലും തുല്യമായിരുന്നു. കേരളത്തിൽ ഇവർ വരുമ്പോൾ അത് വിവാഹമാണെങ്കിൽ അത് നടത്തിക്കൊടുക്കാൻ ഭരണകൂടം തന്നെ ഉണ്ട് എന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. ഇവിടുത്തെ മന്ത്രിമാർ തന്നെ ഇത്തരം കള്ളക്കളിക്ക് കൂട്ടുനിൽക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് സുരക്ഷിതരാകുന്നത്? നമ്മുടെ ക്ഷേത്രങ്ങളും ആചാരങ്ങളും എത്രത്തോളം സുരക്ഷിതമാണ്? ഇത്തരം രാഷ്ട്രീയ ഒത്താശകൾ ലഭിക്കുമ്പോഴാണ് മനോവർ അൻസാരിയെ പോലെയുള്ളവർക്ക് ഇതര സംസ്ഥാനങ്ങളിലും ഈ ചതി തുടരാൻ ധൈര്യം ലഭിക്കുന്നത്. കേരളത്തിൽ ഇത്തരം അജണ്ടകൾക്ക് രാഷ്ട്രീയ പിന്തുണ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ഭാരതത്തിൻ്റെ മറ്റിടങ്ങളിലും ആവർത്തിക്കപ്പെടും. ഈ വിഷയത്തെ ഗൗരവത്തോടെയാണ് കാണേണ്ടത്. ചിന്തിക്കുക, പ്രതികരിക്കുക. കാരണം നാളെ നമ്മുടെ വീട്ടിലെ ഒരു പെൺകുട്ടിക്ക് ഈ ഗതി വരാതിരിക്കാൻ ജാഗ്രത മാത്രമാണ് ഏക പോംവഴി. ഈ വാർത്തകൾ ഒരു മുന്നറിയിപ്പാണ്, ഒരു ഉണർത്തുപാട്ടാണ്. ഓരോ ഹൈന്ദവ കുടുംബവും ഇത് മനസ്സിലാക്കണം. മനോഹർ എന്ന പേര് കേൾക്കുമ്പോൾ ഒരു ഹിന്ദു പെൺകുട്ടിക്ക് തോന്നുന്ന വിശ്വാസം വളരെയധികം വലുതാണ്. ആ വിശ്വാസമാണ് അവർ ഏറ്റവും വലിയ ആയുധമായി ഉപയോഗിക്കുന്നത്. നമ്മുടെ പെൺകുട്ടികൾക്ക് തങ്ങളുടെ കൂടെയുള്ളയാൾ ആരാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥ സൃഷ്ടിക്കുക എന്നതാണ് ഇവരുടെ പ്രാഥമിക ലക്ഷ്യം. പേര് മാറ്റി കള്ളം പറഞ്ഞ് അടുപ്പമുണ്ടാക്കി ആ പെൺകുട്ടിയുടെ മനസ്സ് കീഴടക്കുമ്പോൾ ആ പെൺകുട്ടി തന്നെ ഈ സംസ്കാരത്തിൽ നിന്ന്, തൻ്റെ ജീവിതത്തിൽ നിന്നും മെല്ലെ അകന്നു പോവുകയാണ്. മനോവർ അൻസാരി ജാർഖണ്ഡിൽ ചെയ്തത് ഇതാണ്. ആ പെൺകുട്ടി അവനെ സ്നേഹിച്ചത് അവൻ മനോഹർ ആയതുകൊണ്ടാണ്. അല്ലാതെ മനോവർ അൻസാരി എന്ന പേര് കേട്ടിരുന്നെങ്കിൽ അവൾ ഒരു നിമിഷം പോലും അവനിലേക്ക് അടുക്കുമായിരുന്നില്ല എന്ന് നമുക്കറിയാം. ഇവിടെ വഞ്ചിക്കപ്പെടുന്നത് പ്രണയമല്ല. പ്രണയം എന്ന വികാരത്തിൻ്റെ മറവിൽ ആ പെൺകുട്ടിയുടെ വിശ്വാസത്തെയാണ് അവർ കൊല്ലുന്നത്. ഇതൊരു സൈബർ ആക്രമണമോ സോഷ്യൽ മീഡിയ തട്ടിപ്പോ മാത്രമല്ല, ഇതൊരു മാനസികമായ അടിമത്തത്തിലേക്കുള്ള തുടക്കം കൂടിയാണ്. പേര് മാറ്റി ആളുകളെ കബളിപ്പിക്കുക എന്നത് വളരെ പഴയ തന്ത്രമാണെങ്കിലും ഇന്നത് ഹൈന്ദവ പെൺകുട്ടികളെ ലക്ഷ്യമിട്ടുകൊണ്ട് ആസൂത്രിതമായി നടപ്പിലാക്കുന്നു. ഇതിനെതിരെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. എന്തുകൊണ്ട് നമ്മുടെ പെൺകുട്ടികൾ ഇത്തരം ചതികളിൽ വീഴുന്നു? അതിൻ്റെ പ്രധാന കാരണം അവർക്ക് ഇത്തരം വഞ്ചനകളെക്കുറിച്ച് അറിവില്ല എന്നതാണ്. ഈ അറിവില്ലായ്മയാണ് ഈ യുവാക്കൾ മുതലെടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ, വീടുകളിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് തുറന്ന ചർച്ചകൾ അനിവാര്യമാണ്. പേര് നോക്കി മാത്രം ആരെയും വിശ്വസിക്കരുതെന്ന പാഠം നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. വ്യാജ പേരിൻ്റെയും മായ കാഴ്ചകൾ ഇതിന് പിന്നിൽ ഒളിച്ചിരിക്കുന്നത് വഞ്ചനയുടെയും മതം മാറ്റത്തിൻ്റെയും ഇരുണ്ട മുഖമാണെന്നും അവരെ തിരിച്ചറിയിപ്പിക്കാൻ നമുക്ക് കഴിയണം. ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഇത്തരക്കാർക്ക് നമ്മുടെ പെൺകുട്ടികളുടെ അടുത്തേക്ക് കടന്നു വരാൻ ധൈര്യം ലഭിക്കാതിരിക്കൂ. ഓരോ അച്ഛനമ്മമാരും ഇത് ഗൗരവമായി കാണണം. പെൺകുട്ടികളെ പ്രണയക്കെണിയിൽ വീഴ്ത്തുന്ന ഇത്തരക്കാർക്ക് തങ്ങളുടെ യഥാർത്ഥ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ ഭയമാണ്. കാരണം അവർക്കറിയാം സത്യം അറിഞ്ഞാൽ ഈ കെണി പൊളിയുമെന്ന്. ഈ ഭയത്തെ നമ്മൾ മുതലെടുക്കണം. സോഷ്യൽ മീഡിയയിൽ വരുന്ന ഓരോ ഫ്രണ്ട് റിക്വസ്റ്റും സംശയത്തോടെ കാണാൻ നമ്മുടെ പെൺകുട്ടികളെ പഠിപ്പിക്കണം. വ്യാജ പ്രൊഫൈലുകൾ നിർമ്മിക്കുന്നതിനും പേര് മാറ്റുന്നതിനും പിന്നിൽ വലിയൊരു സംഘം തന്നെയുണ്ട്. ഇതിനെല്ലാം പ്രതിരോധിക്കാൻ നമ്മുടെ പെൺകുട്ടികൾക്ക് സ്വയം പ്രതിരോധം ആവശ്യമാണ്. ആത്മവിശ്വാസവും സ്വന്തം സംസ്കാരത്തിലുള്ള അടിയുറച്ച വിശ്വാസവും ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം ചതിക്കുഴികളിൽ നിന്നും വീഴാതിരിക്കാനും രക്ഷപ്പെടാനും അവർക്ക് കഴിയും. ക്ഷേത്രം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭക്തിയും ആദരവുമാണ് വരുന്നത്. എന്നാൽ മനോവർ അൻസാരി പോലുള്ളവർക്ക് ക്ഷേത്രം ഒരു മറ മാത്രമാണ്. ഒരു ഹിന്ദു പെൺകുട്ടിയെ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിക്കുക എന്നതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒന്നാമതായി പെൺകുട്ടിയുടെ വിശ്വാസം പൂർണ്ണമായി നേടിയെടുക്കുക.
ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് താൻ തികച്ചും സുരക്ഷിതയാണെന്നും താൻ വിവാഹം കഴിക്കുന്ന ഒരു ഹിന്ദുവിനെയാണെന്നും തോന്നും. രണ്ടാമതായി, ഹൈന്ദവ ആചാരങ്ങളെ തന്നെ അപമാനിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിനുണ്ട്. പവിത്രമായ ഈ ഇടത്തിൽ വെച്ച് ഇത്തരം അധർമ്മങ്ങൾ നടത്തുമ്പോൾ ആ ക്ഷേത്രത്തിന്റെ പരിശുദ്ധിയെ ഇവർ മനഃപൂർവ്വം അശുദ്ധമാക്കുകയാണ്. ഹൈന്ദവ വിശ്വാസപ്രകാരം വിവാഹം എന്നാൽ ജന്മാന്തര ബന്ധമാണ്. എന്നാൽ ഇവർക്ക് കേവലം ഇതൊരു തന്ത്രം മാത്രമാണ്. ഇത്തരക്കാർക്ക് ക്ഷേത്രത്തോടോ ദൈവത്തോടോ ഒരു ആദരവുമില്ല. വെറും ഒരു പ്രഹസനം മാത്രമാണിത്. നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ മുന്നിൽ വെച്ച് തന്നെ നമ്മുടെ പെൺകുട്ടിയെ ചതിക്കുക എന്നതിനേക്കാൾ വലിയൊരു പാപം വേറെയുണ്ടോ? ഈ സംഭവം വെളിപ്പെടുത്തുന്നത് ഇവരുടെ സംഘടിതമായ നീക്കങ്ങളെയാണ്. ഇവർക്ക് കൃത്യമായ പരിശീലനം ലഭിക്കുന്നുണ്ട്. എവിടെ വെച്ച് പെൺകുട്ടിയെ കാണണം, എവിടെ വെച്ച് വിവാഹം കഴിക്കണം, എപ്പോൾ മതം മാറ്റണം, ഇതിനെല്ലാം വ്യക്തമായ പ്ലാനിങ്ങുമുണ്ട്. നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഇവർ നമ്മുടെ ദൈവത്തെയും ക്ഷേത്രത്തെയും ഉപയോഗിച്ച് നമ്മുടെ പെൺകുട്ടികളെ കെണിയിൽ വീഴ്ത്തുന്നു. ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് ഓരോ ഹൈന്ദവന്റെയും കടമയാണ്. ക്ഷേത്ര കമ്മിറ്റികളും ഭാരവാഹികളും കൂടുതൽ ജാഗ്രത പാലിക്കണം. പുറത്തു നിന്നുള്ള ആളുകൾ ക്ഷേത്രത്തിൽ വെച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് സൂക്ഷ്മമായൊന്ന് പരിശോധിക്കണം. നമ്മുടെ ക്ഷേത്രങ്ങളെ ഇവർ ഒരു താവളമാക്കാൻ അനുവദിക്കരുത്. ഒരു ഹിന്ദു പെൺകുട്ടിയുടെ ജീവിതം തകർക്കാൻ ഇവർ ക്ഷേത്രത്തെ ഉപയോഗിച്ചു എന്നത് ഹൈന്ദവ സമൂഹത്തിന് വലിയൊരു അപമാനമാണ്. ഇതിനെതിരെ നമ്മൾ ശബ്ദമുയർത്തണം. ക്ഷേത്രത്തിന്റെ പവിത്രത സംരക്ഷിക്കാൻ നമ്മൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം. ഈ ചതിയെ തിരിച്ചറിയാൻ ഭക്തർക്ക് കഴിയണം. ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ആരും വിശുദ്ധരല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. മാത്രമല്ല, ഇത്തരം ആചാരപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ കർശനമായ തിരിച്ചറിയൽ രേഖകൾ പരിശോധിക്കാനുള്ള സാഹചര്യം ക്ഷേത്രത്തിൽ ഉണ്ടാവണം. ആരാണ് വരുന്നത്, എന്താണ് ഇവരുടെ പശ്ചാത്തലം എന്നത് ഉറപ്പുവരുത്തേണ്ടത് അതാത് ക്ഷേത്ര ഭരണസമിതികളുടെ ബാധ്യതയാണ്. വിശ്വാസത്തിന്റെ പേരിൽ ആരെയും കണ്ണുമടച്ച് വിശ്വസിക്കരുത്. നമ്മുടെ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുക, എന്നാൽ നമ്മുടെ ആചാരങ്ങളെയും സംസ്കാരത്തെയും സംരക്ഷിക്കുക എന്നതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടത്. പ്രായപൂർത്തിയായ പെൺകുട്ടികളെ വേട്ടയാടുന്നതിൻ്റെ ഭീകരത എന്ന് വാക്കുകൾക്ക് അതീതമാണ്. ഒരു പെൺകുട്ടി പക്വതയിലെത്തുന്നതിന് മുൻപ് തന്നെ ഇത്തരം വലകളിലേക്ക് വീഴുമ്പോൾ അവരുടെ മുഴുവൻ ഭാവിയും ഇരുളടയുകയാണ്. സ്കൂൾ വിദ്യാർത്ഥികളായ കുട്ടികളെ പോലും പ്രണയത്തിൻ്റെ പേരിൽ വഴിതെറ്റിക്കാൻ ഇവർക്ക് മടിയില്ല. സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കി കുട്ടികളുടെ മാനസികാവസ്ഥയെ കൃത്യമായി പഠിച്ച ശേഷമാണ് ഇവർ വല വീശുന്നത്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ സ്വാഭാവികമായും വൈകാരികമായ തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കുന്നവരാണ്. ഈ ബലഹീനത മുതലെടുത്ത് അവരെ തങ്ങളിൽ അമിതമായി ആശ്രയിക്കാൻ പ്രേരിപ്പിക്കുന്നു. മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടാതെ രഹസ്യമായി പ്രണയ സന്ദേശങ്ങൾ അയച്ചും സമ്മാനങ്ങൾ നൽകിയും അവരെ സ്വാധീനിക്കുന്നു. ഒടുവിൽ തങ്ങളുടെ ലക്ഷ്യം സാധിച്ചു കഴിയുമ്പോൾ അവരെ ഉപേക്ഷിക്കുകയോ മതം മാറ്റുകയോ ചെയ്യുന്നതാണ് ഇവരുടെ ശൈലി. ഇതിനിടയിൽ സംഭവിക്കുന്ന പല ക്രൂരതകളും പെൺകുട്ടികൾ ഭയം കൊണ്ടോ നാണം കൊണ്ടോ പുറത്തു പറയുന്നില്ല. തങ്ങളുടെ ജീവിതം നശിച്ചു എന്ന് തിരിച്ചറിയുമ്പോൾ വലിയൊരു മാനസിക സമ്മർദ്ദത്തിലേക്ക് അവർ വീഴുന്നു. വിഷാദരോഗം, ആത്മഹത്യാ പ്രവണത എന്നിവയിലേക്ക് പലരും തള്ളപ്പെടുന്നു. ജാർഖണ്ഡിലെ സാഹിബ് ബെഞ്ചിൽ നടന്നത് ഇത്തരത്തിലുള്ള ഒരു ക്രൂരതയുടെ മറ്റൊരു മുഖമാണ്. നമ്മുടെ സമാജത്തിൽ ഇത്തരം കുറ്റവാളികൾക്ക് യാതൊരു വിധത്തിലുള്ള ദയയും നൽകരുത്. പ്രായപൂർത്തിയാകാത്തവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നവർക്കെതിരെ പോക്സോ പോലുള്ള കർശനമായ നിയമങ്ങൾ ചുമത്തി ജയിലടയ്ക്കാൻ നിയമ സംവിധാനങ്ങൾ ഉണരണം. കുടുംബങ്ങൾ തകരുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നാണ് ഇത്തരം ചതിക്കുഴികൾ. ഈ പ്രായത്തിൽ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്നതിനൊപ്പം തന്നെ നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാനും ഇത്തരം അപകടങ്ങളെക്കുറിച്ച് അവരെ പഠിപ്പിക്കാനും നമുക്ക് സാധിക്കണം. നമ്മൾ മക്കളെ കണ്ണടച്ച് വിശ്വസിക്കുമ്പോൾ പുറത്തെ ലോകം അവരെ വിഴുങ്ങാൻ കാത്തിരിക്കുകയാണെന്ന സത്യം നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ നിയമങ്ങൾ എത്രത്തോളം ശക്തമാണെന്നത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. ജാർഖണ്ഡിലെ ഈ കേസ് തന്നെ എടുത്താൽ പ്രതി മനോവ് അൻസാരി അറസ്റ്റ് ചെയ്തു എങ്കിലും ഇത്തരക്കാർക്ക് രാഷ്ട്രീയ സഹായം ലഭിക്കുന്നുണ്ടോ എന്ന ആശങ്ക പ്രബലമാണ്. പല സംസ്ഥാനങ്ങളിലും ലവ് ജിഹാദ് ഒരു പ്രധാന വിഷയമാകുമ്പോൾ ചില സർക്കാർ സംവിധാനങ്ങൾ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് ഇതിനെതിരെ മൃദു സമീപനം സ്വീകരിക്കുന്നു. നീതി നടപ്പാക്കേണ്ടിടത്ത് മടി കാണിക്കുമ്പോൾ അത് അത്തരം കുറ്റവാളികൾക്ക് വലിയൊരു പ്രചോദനമാണ്. കേവലം ഒരു അറസ്റ്റ് കൊണ്ട് ഇത്തരം വിപത്തുകൾ അവസാനിക്കുന്നില്ല. പ്രതികൾക്ക് ജാമ്യം ലഭിക്കാതെ നോക്കുന്നതും കേസ് വേഗത്തിൽ നടത്തി അവർക്ക് കഠിന തടവ് ഉറപ്പാക്കുന്നതും സർക്കാരിൻ്റെ ബാധ്യതയായി കാണണം. ഇരയായ പെൺകുട്ടിക്ക് നീതി ലഭിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് മാനസികമായ പിന്തുണ ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണം. ഇത്തരം കേസുകളിൽ നിയമം കർശനമാക്കാൻ സംസ്ഥാനങ്ങൾ മുന്നോട്ട് വരണം. മതപരമായ അജണ്ടകൾക്ക് വേണ്ടി നിയമത്തെ വളച്ചൊടിക്കാൻ ആരെയും അനുവദിക്കരുത്. ഭരണകൂടം നിശബ്ദത പാലിക്കുമ്പോൾ അത് സമൂഹത്തിൻ്റെ തകർച്ചയിലേക്കാണ് വഴിവെക്കുന്നത്. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുന്നതിനപ്പുറം ഇവർക്കെതിരെ സംഘടിത കുറ്റകൃത്യത്തിന് കേസെടുക്കണം. പെൺകുട്ടികളെ പ്രണയക്കെണിയിൽപ്പെടുത്തി മതം മാറ്റുന്നതിനെതിരെ ദേശീയ തലത്തിൽ തന്നെ ശക്തമായ നിയമം ആവശ്യമാണ്. നീതിയുടെ പാതയിൽ സഞ്ചരിക്കുമ്പോൾ അവിടെ രാഷ്ട്രീയം ഉണ്ടാകരുത്. ഇരകൾക്കൊപ്പം നിൽക്കുന്ന ഒരു സംവിധാനമാണ് നമുക്ക് ആവശ്യം. ഈ കേസിലെ പ്രതിക്ക് ലഭിക്കുന്ന ശിക്ഷ മറ്റുള്ളവർക്കൊരു പാഠമായിരിക്കണം. നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കരുത്. എന്നാൽ നിയമത്തെ
കുറ്റവാളികൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗമാക്കുകയും ചെയ്യരുത്. കോടതിയുടെ ഇടപെടലുകൾ ഈ കാര്യത്തിൽ വളരെയധികം നിർണായകമാണ്. നീതി വൈകുന്നത് നീതി നിഷേധത്തിന് തുല്യമാണ്. ഈ കേസ് ഒതുക്കി തീർക്കാൻ പല തലത്തിൽ നിന്നും സമ്മർദ്ദങ്ങൾ ഉണ്ടായേക്കാം. അതിനെ പ്രതിരോധിക്കാൻ സമൂഹത്തിൽ നിരന്തരമായ ഇടപെടലുകൾ അത്യാവശ്യമാണ്. ജാർഖണ്ഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിയമവ്യവസ്ഥ കൂടുതൽ ജാഗ്രത കാണിക്കണം. ഇന്നത്തെ കാലത്ത് പെൺമക്കളുടെ സുരക്ഷ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. എവിടെയാണ് മകൾ പോകുന്നത്, ആരുമായാണ് സംസാരിക്കുന്നത്, എന്ത് കാണുന്നു എന്നത് നിരീക്ഷിക്കാൻ നമുക്ക് മടി കാണേണ്ടതില്ല. ഇത് അമിതമായ നിയന്ത്രണമല്ല, സ്നേഹം നിറഞ്ഞ ജാഗ്രതയാണ്. മക്കൾക്ക് തങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു സൗഹൃദ അന്തരീക്ഷം വീടുകളിൽ ഒരുക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ അവർ തെറ്റായ വഴികളിലേക്ക് തിരിയുമ്പോൾ അത് നമുക്ക് നേരത്തെ അറിയാൻ സാധിക്കൂ. സോഷ്യൽ മീഡിയയിൽ അവർ എന്താണ് പോസ്റ്റ് ചെയ്യുന്നത്, അവരുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണെന്നത് പരിശോധിക്കണം. സൈബർ സുരക്ഷയുടെ പ്രാധാന്യം അവരെ പഠിപ്പിക്കണം. പുറത്തു വരുന്ന ഓരോ വാർത്തയും കുട്ടികളുമായി ചർച്ച ചെയ്യണം. എന്തുകൊണ്ട് ഇവർ ചതിയിൽ വീഴുന്നു എന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കണം. പേര് മാറ്റി വരുന്നത് സ്നേഹം കൊണ്ടല്ല, ചതി കൊണ്ടാണെന്ന തിരിച്ചറിവ് കുട്ടികളിൽ ഉണ്ടാക്കണം. നമ്മുടെ സംസ്കാരം, നമ്മുടെ മൂല്യങ്ങൾ, നമ്മൾ ആരാണെന്ന ബോധം കുട്ടികളിൽ വളർത്തണം. കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസത്തിനൊപ്പം നല്ല സംസ്കാരവും നൽകണം. ആധുനികതയുടെ പേരിൽ നമ്മുടെ പാരമ്പര്യങ്ങളെ തള്ളിപ്പറയുന്ന കുട്ടികളാവരുത് അവർ. മാതാപിതാക്കൾ എപ്പോഴും കുട്ടികളുടെ കൂടെയുണ്ടെന്ന വിശ്വാസം അവരിൽ വളരണം. ഏത് പ്രശ്നത്തിലും അച്ഛനെയും അമ്മയും സമീപിക്കാമെന്ന അവസ്ഥയുണ്ടാകണം. അപരിചിതരായ വ്യക്തികളോട് എങ്ങനെ പെരുമാറണമെന്നത് പഠിപ്പിക്കണം. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പ്രൈവറ്റാക്കി വെക്കാനും സംശയമുള്ള അക്കൗണ്ടുകളെ ബ്ലോക്ക് ചെയ്യാനും പഠിപ്പിക്കണം. ഇന്നത്തെ കാലത്തെ ഈ ചതിക്കുഴികളിൽ നിന്നും മക്കളെ രക്ഷിക്കാൻ മാതാപിതാക്കൾക്ക് വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. ജാഗ്രതയുള്ള ഇടപെടലുകൾ മാത്രമേ നമ്മുടെ പെൺകുട്ടികളെ സുരക്ഷിതരാക്കൂ. ലവ് ജിഹാദ് എന്നത് വെറുമൊരു വാക്കല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ഇതിനെ ചിലർ പ്രണയമായി ചിത്രീകരിച്ച് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പ്രണയം ഒരിക്കലും വഞ്ചനയിൽ അധിഷ്ഠിതമല്ല. തങ്ങളുടെ മതം പ്രചരിപ്പിക്കാനും മറ്റു മതങ്ങളിലുള്ളവരെ മതം മാറ്റാനും വേണ്ടി ആസൂത്രിതമായി നടപ്പിലാക്കുന്ന ഒരു അജണ്ട മാത്രമാണിത്. ഇതിന് വലിയ തോതിലുള്ള സാമ്പത്തിക പിന്തുണയും വിദേശത്തു നിന്നുള്ള സഹായങ്ങളും ലഭിക്കുന്നുണ്ട് എന്ന് കാലാകാലങ്ങളായി ആരോപണമുണ്ട്. ഹിന്ദു പെൺകുട്ടികളെ പ്രണയിച്ച് മതം മാറ്റി അവർക്ക് പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. പലപ്പോഴും ഇവരെ അഫ്ഗാനിസ്ഥാനിലേക്കോ സിറിയയിലേക്കോ അയക്കുന്നതോ അല്ലെങ്കിൽ പീഡനങ്ങൾക്ക് ഇരയാക്കി ഉപേക്ഷിക്കുന്നതോ വാർത്തകളിൽ വരാറുണ്ട്. ഇതൊരു പ്രണയകഥയല്ല, ഇതൊരു ആസൂത്രിതമായ മതപരിവർത്തന പരിപാടിയാണ്. സംഘടിതമായി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകൾ ഇതിന് പിന്നിലുണ്ട്. വിദ്യാസമ്പന്നരായ പെൺകുട്ടികൾ പോലും ഇതിൽ വീഴുന്നു എന്നത് അത്ഭുതകരമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ലഹരി പോലെയാണ്. ഒരിക്കൽ അകപ്പെട്ടാൽ പുറത്തു വരാൻ കഴിയില്ല. ഇതിൻ്റെ ഭീകരതയെക്കുറിച്ച് തുറന്നു പറയുന്നവരെ പലപ്പോഴും വർഗീയവാദികളായി മുദ്രകുത്തുന്നു. എന്നാൽ സത്യം പറയുന്നതിലല്ല, സത്യത്തെ മറച്ചു വെക്കുന്നതിലാണ് വർഗീയത. നമ്മുടെ സംസ്കാരത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ശക്തികളെ തിരിച്ചറിയണം. ഇത് ഹിന്ദുക്കളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, ഭാരതത്തിൻ്റെ സാമൂഹിക സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമാണ്. എന്താണ് ഈ ലവ് ജിഹാദ് എന്നും അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും നമ്മുടെ പെൺകുട്ടികൾ അറിഞ്ഞിരിക്കണം. അറിവാണ് ഇതിനുള്ള ഏറ്റവും വലിയ മരുന്ന്. അറിഞ്ഞാൽ മാത്രമേ നമുക്കിതിനെ പ്രതിരോധിക്കാൻ കഴിയൂ. ഇന്നത്തെ സാഹചര്യത്തിൽ ഹൈന്ദവ സമൂഹം ഒത്തൊരുമിച്ച് നിൽക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. നമ്മൾ ജാതിയുടെയും വിഭാഗീയതയുടെയും പേരിൽ ഭിന്നിച്ചു നിൽക്കുമ്പോൾ അത് മുതലെടുക്കുന്നത് നമ്മുടെ സംസ്കാരത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരാണ്. ഹിന്ദുവാണെന്ന് പറയുമ്പോൾ ആ ആത്മാഭിമാനം ഓരോരുത്തരിലും ഉണ്ടാകണം. നമ്മുടെ പെൺകുട്ടികൾക്ക് നേരെ നടക്കുന്ന ഇത്തരം ആക്രമണങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും മക്കൾക്ക് നേരെ നടക്കുന്ന ആക്രമണമായി കാണണം. അപ്പോൾ മാത്രമേ നമുക്ക് ശക്തമായി പ്രതികരിക്കാൻ കഴിയൂ. ഹൈന്ദവ സംഘടനകൾ ഈ വിഷയത്തിൽ വളരെ സജീവമായി ഇടപെടണം. ഓരോ ഗ്രാമത്തിലും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ജാഗ്രതാ സമിതികൾ പ്രവർത്തിക്കണം. കുടുംബ സംഗമങ്ങൾ വഴി ഈ അപകടത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തണം. ആത്മവിശ്വാസമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കണം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ സൈബർ സുരക്ഷ അത്യന്താപേക്ഷിതമാണ്. മനോവർ അൻസാരിയെ പോലെയുള്ളവർ വ്യാജ പ്രൊഫൈലുകൾ വഴി അനായാസമായാണ് നമ്മുടെ പെൺകുട്ടികളുടെ അടുത്തേക്ക് വരുന്നത്. ഡേറ്റിംഗ് ആപ്പുകൾ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്നിവ ഇവരുടെ പ്രധാന താവളമാണ്. തങ്ങൾ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ കള്ളപ്പേരുകൾ ഉപയോഗിച്ച് ഇവർ സൗഹൃദം സ്ഥാപിക്കുന്നു. നമ്മുടെ പെൺകുട്ടികൾ ഇതൊന്നും തിരിച്ചറിയാതെ തങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇവർക്ക് പങ്കുവയ്ക്കുന്നു. ഫോട്ടോകളും സ്വകാര്യ വീഡിയോകളും ഇവർക്ക് നൽകുന്നു. ഇത് വലിയ അപകടകരമായ സാഹചര്യത്തിലേക്ക് നയിക്കുന്നു. സൈബർ ക്രൈം സെല്ലുകൾ ഇത്തരം കാര്യങ്ങളിൽ കാര്യമായ ഇടപെടലുകൾ നടത്തുന്നില്ല എന്നതും ദുഃഖകരമാണ്. സോഷ്യൽ മീഡിയ കമ്പനികൾക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. വ്യാജ അക്കൗണ്ടുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. നമ്മുടെ കുട്ടികൾക്ക് സൈബർ സുരക്ഷയെക്കുറിച്ച് ക്ലാസുകൾ നൽകണം. അജ്ഞാതമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്, അപരിചിതരുടെ മെസ്സേജുകൾക്ക് മറുപടി നൽകരുത് എന്നൊക്കെ അവരെ പഠിപ്പിക്കണം. ഡിജിറ്റൽ സുരക്ഷ എന്നത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഈ സുരക്ഷയിൽ അല്പം വിട്ടുവീഴ്ച ചെയ്താലും വലിയ വില നൽകേണ്ടി വരും. ഡിജിറ്റൽ ലോകത്തെ ഈ ചതിക്കുഴികളെ തിരിച്ചറിയാൻ നമ്മൾ
പഠിക്കണം. പെൺകുട്ടികൾ അനാവശ്യമായ ഫ്രണ്ട് റിക്വസ്റ്റുകൾ സ്വീകരിക്കരുത്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പരാതി നൽകാൻ മടിക്കുകയും ചെയ്യരുത്. സൈബർ ക്രൈമുകൾ വർദ്ധിച്ചു വരുന്ന ഇന്നത്തെ കാലത്ത് ജാഗ്രതയോടുള്ള ഡിജിറ്റൽ ഉപയോഗം വളരെയധികം പ്രധാനമാണ്. ഇത്തരത്തിൽ സുരക്ഷിതമായ ഒരു ഡിജിറ്റൽ ജീവിതം ഉറപ്പാക്കാൻ പെൺകുട്ടികൾ ശ്രദ്ധിക്കണം. ജാർഖണ്ഡിലെ ഈ സംഭവം ഒരു ചെറിയ വാർത്ത മാത്രമല്ല, ഭാരതം മുഴുവൻ ബാധകമായ ഒരു മുന്നറിയിപ്പാണ്. ഇതേ പാറ്റേണിൽ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ട്. കേരളത്തിൽ പോലും ലവ് ജിഹാദ് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നമ്മളിത് അറിഞ്ഞില്ല എന്ന് വെച്ചാൽ അപകടം നമ്മുടെ വാതിൽപ്പടിയിലും എത്തും. ആസൂത്രിതമായ മതപരിവർത്തനങ്ങൾ നമ്മുടെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും നശിപ്പിക്കുന്നു. അധികാരികൾ ഇതിനെതിരെ കണ്ണടച്ച് മൗനം പാലിക്കുന്നത് വലിയൊരു തെറ്റാണ്. ഭാരതം ഒരു ഹിന്ദു ഭൂരിപക്ഷ രാജ്യമാണെങ്കിലും ഇവിടെ ഓരോ മതത്തിനും സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ആ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ മറ്റു മതസ്ഥരെ ചതിക്കുന്നതും മതം മാറ്റുന്നതിനെയും അംഗീകരിക്കാൻ കഴിയില്ല. ഓരോ ഹിന്ദുവും ഇതിനെതിരെ ഉണർന്ന് പ്രവർത്തിക്കണം. വരും തലമുറയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക നമ്മളിൽ ഉണ്ടാകണം. ഭാരതം സുരക്ഷിതമായിരിക്കണം. സനാതനധർമ്മം സംരക്ഷിക്കപ്പെടണം. അതിന് നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കണം. ചില മാധ്യമങ്ങൾ ഇത്തരം സംഭവങ്ങളെ വക്രീകരിച്ച് അവതരിപ്പിക്കാറുണ്ട്. വഞ്ചകനെ വഞ്ചകനായി തന്നെ ചിത്രീകരിക്കാൻ മാധ്യമങ്ങൾ കൂടെ കഴിയണം. വസ്തുതകൾ മൂടിവെച്ച് കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാട് മാധ്യമങ്ങൾ ആദ്യം അവസാനിപ്പിക്കണം. പൊതുസമൂഹത്തിന് സത്യം അറിയാനുള്ള അവകാശമുണ്ട്. ഭാരതത്തിന്റെ നന്മയ്ക്കായി മാധ്യമങ്ങൾ നിർഭയമായി നിലകൊള്ളണം. ഈ സംഭവം പുറത്തു കൊണ്ടുവരുന്നതിൽ സോഷ്യൽ മീഡിയ ചാനലുകൾ വലിയൊരു പങ്കാണ് വഹിക്കുന്നത്. ഇത്തരം സ്വതന്ത്ര മാധ്യമങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. മുഖ്യധാരാ മാധ്യമങ്ങൾ ചിലപ്പോൾ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി ഇത്തരം സത്യങ്ങൾ മൂടിവെക്കാൻ ശ്രമിക്കാറുണ്ട്. അതിനെതിരെ നമ്മൾ പ്രതികരിക്കണം. സത്യം വിളിച്ചു പറയുന്ന മാധ്യമങ്ങളെ പിന്തുണയ്ക്കണം. അതാണ് നമ്മുടെ ശക്തി. വാർത്തകൾ എന്നത് വിവരങ്ങൾ മാത്രമല്ല, അത് സമൂഹത്തെ ബോധവൽക്കരിക്കാനുള്ള ഉപകരണം കൂടിയാണ്. ഇത്തരം വിപത്തുകളെക്കുറിച്ച് തുറന്നു പറയുന്ന മാധ്യമങ്ങൾക്ക് മാത്രമേ സമാജത്തിന് ഗുണം ചെയ്യാൻ കഴിയൂ. സത്യസന്ധമായ വാർത്തകൾക്ക് വേണ്ടി നമ്മൾ ശബ്ദമുയർത്തണം. ഇത് നമ്മുടെ അവകാശമാണ്. മാധ്യമങ്ങൾ ജനങ്ങളുടെ കണ്ണാടി പോലെയാണ്. ആ കണ്ണാടിയിൽ സത്യം മാത്രമേ പ്രതിഫലിക്കാവൂ. എന്നാൽ മാത്രമേ കുറ്റവാളികൾക്ക് ശിക്ഷ ലഭിക്കൂ. സത്യം പറയുന്നതിലൂടെ മാത്രമേ നമുക്ക് നീതി ലഭിക്കൂ. അത് മാധ്യമങ്ങൾ നിറവേറ്റണം. വഞ്ചകരെ തിരിച്ചറിയുക, ചതികളെ പ്രതിരോധിക്കുക, നമ്മുടെ സംസ്കാരത്തെ കാത്തുസൂക്ഷിക്കുക. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.